ങ്ങളോ UN ചാർട്ടറോ UN ചാർട്ടറിനൊക്കെ മുന്നേ നിലവിൽ വന്ന സാധനമാണ് ഈ ആൽഫ്രഡ് നോവൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, പുള്ളി ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിരുന്നു. പുള്ളിക്ക് ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആളെന്ന നിലയിലാണ് പുള്ളി അറിയപ്പെടുന്നത്. പുള്ളിയുടെ എക്സ്പ്ലോസീവ്സ് ഒരുപാട് പുള്ളി ഉണ്ടാക്കുമായിരുന്നു. പുള്ളിക്ക് കുറെ പേറ്റന്റ്, 350-ലധികം പേറ്റന്റ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആൽഫ്രഡ് നോവൽ. ആൽഫ്രഡ് നോവല് വളരെ ഷ്രൂഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി പൈസ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ പുള്ളിക്ക് ഫാക്ടറീസ് ഉണ്ടായിരുന്നു. മറ്റ് ഏതാണ്ട് 20-ലേറെ രാജ്യങ്ങളിൽ പുള്ളിക്ക് ഫാക്ടറീസ് ഉണ്ടായിരുന്നു, എക്സ്പോർട്സ് ഉണ്ടായിരുന്നു. എവിടെയൊക്കെ യുദ്ധം നടന്നാലും അവിടുത്തെ എക്സ്പ്ലോസീവ്സ് എല്ലാം തന്നെ പുള്ളിയുടെ ഫാക്ടറിയിൽ നിന്നോ ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പുള്ളിക്ക് അങ്ങനെ നല്ല രീതിയിൽ പണം ഉണ്ടാക്കി. അന്നത്തെ 30 മില്യൺ സ്വീഡിഷ് ക്രോണർ ആയിരുന്നു പുള്ളിയുടെ അവസാനത്തെ ഒരു സമ്പാദ്യം എന്നാണ് പറയുന്നത്. അത് ഇന്നത്തെ മില്യൺസ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് US$ വരും. അപ്പൊ പുള്ളി മരിക്കാൻ നേരം പുള്ളി എന്ത് ചെയ്തു, സ്വന്തം സ്വത്തിന്റെ 94% ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ ആൻഡ് പീസ്, ഈ പീസിന് പുള്ളിയുടെ അവാർഡ് ഏർപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ രസം. കാരണം അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. പുള്ളി നല്ലൊരു ഒരു റിക്ലൂസ് ആയിട്ടുള്ള, ഒരു റെറ്റിസെന്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു, ഒരു അന്തർമുഖനായിരുന്നു. അപ്പോൾ പുള്ളി 1988 അദ്ദേഹത്തിന്റെ സഹോദരൻ ലുഡ്വിഗ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, പുള്ളി കാനിൽ വെച്ച് മരിച്ചു, ഫ്രാൻസില്. അപ്പോൾ ഒരു ഫ്രഞ്ച് പത്രം വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു തലക്കെട്ട് എഴുതി. അതിങ്ങനെയായിരുന്നു: ദേ തോട്ട് ആൽഫ്രഡ് ആണ് മരിച്ചത്, ലുഡ്വിഗ് എന്ന് പറയുന്ന സഹോദരനല്ല, ആൽഫ്രഡ് നോവലാണ് മരിച്ചത്. ലുഡ്വിഗ് നോവലാണ് യഥാർത്ഥത്തിൽ മരിച്ചത്. ഒരു ഒബിച്വറി എഴുതുന്നതിന് പകരം അവർ എഴുതിയൊരു തലക്കെട്ട് ഇതായിരുന്നു: ലേ മർച്ചന്റ് ഡി ലാ മോട്ടെ എസ്റ്റേമോട്ട്. അത് അതിന്റെ പ്രൊനൗൺസിയേഷൻ ശരിയല്ല. ദ മെർച്ചന്റ് ഓഫ് ഡെത്ത് ഈസ് ഡെത്ത്, മരണ വ്യാപാരി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ആ പത്രം ഒരു തലക്കെട്ടം എഴുതി. അയാൾ വെച്ച് ഈ ആൽഫ്രഡ് നോവലാണ് കൊല്ലപ്പെട്ടത്, സഹോദരൻ ആണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് പുള്ളി വായിച്ചു, എങ്ങനെയോ പുള്ളിയുടെ ചെവിയിലെത്തി, ഇങ്ങനെ ഒരു ഫ്രഞ്ച് പത്രം സഹോദരൻ കൊല്ലപ്പെട്ടപ്പം അതിനകത്ത്. അപ്പൊ അത്രയും ലോകം തന്നെ വെറുക്കുന്നുണ്ട്, അല്ലെ പലരും തന്നെ മരണ വ്യാപാരി, കാര്യം തന്റെ എക്സ്പ്ലോസീവ് ഐറ്റംസ് ആണ് മിക്കവാറും യുദ്ധങ്ങൾ ഉണ്ടാകുന്നിടത്തെല്ലാം പൊട്ടിത്തെറിക്കുന്നതും ആളുകളെ കൊല്ലുന്നതും. അപ്പൊ മരണത്തിന്റെ വ്യാപാരിയാണ് ആൽഫ്രഡ് നോവൽ എന്ന് പലരും കരുതുന്നു എന്നുള്ള ചിന്തയെ പുള്ളിയെ ഭയങ്കരമായിട്ട് വിഷാദ രോഗിയാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പുള്ളി 1995 തന്റെ വില്ല് പുതുക്കുകയാണ്. അതുവരെ എഴുതിയ വില്ല് പുതുക്കി മാറ്റിയിട്ട് ഈ നൊബേൽ സമ്മാനം, ശാസ്ത്രത്തിലുള്ള അന്വേഷണം, പുരോഗതി, അതോടൊപ്പം തന്നെ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നവർക്കൊക്കെ അവാർഡ് കൊടുക്കാനായിട്ട് പുള്ളി തീരുമാനിച്ചത്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ പുള്ളി ഈ 94% സമ്പത്തും ഇങ്ങനെ ഒരു സംഗതിക്ക് എഴുതി വെച്ചപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക്ഡ് ആയിപ്പോയി. ചേടാ, ഇയാളിതെല്ലാം ഇത് എന്തിനാണിത് എന്നുള്ള ഒരു ചോദ്യമായി. അങ്ങനെ ഭയങ്കര നിയമയുദ്ധങ്ങളൊക്കെ നടന്ന് 5-6 വർഷം പിന്നെ തടസ്സപ്പെട്ടിട്ട്, അതുകൊണ്ടാണ് 1901 കണ്ടാണ് ആദ്യം ഈ നോബൽ സമ്മാനം കൊടുക്കുന്നത്. അതിന്റെ കാരണം ബന്ധുക്കള് നഖശിഖാന്തം അതിനെ എതിർത്തു എന്നാണ്. റൈറ്റ്ലി സോ, അവരങ്ങനെ എതിർത്തു പോകും. പക്ഷെ ആൽഫ്രഡ് നോവല് പൈസ കുറെ ഉണ്ടാക്കി, ഇൻവെസ്റ്റ്മെന്റ് പലത് നടത്തിയെങ്കിലും അദ്ദേഹം നടത്തിയ ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ സമ്മാനമാണ്. കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ വലിയ അവാർഡുകളും വലിയ സമ്മാനങ്ങളും ഇത്രയും വലിയ തുകയ്ക്കൊന്നും ഇല്ല. അതാണ് നോബൽ ആ സമയത്ത് നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാരണമാണ് നമ്മളിപ്പോഴും ആൽഫ്രഡ് നോവൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് സംസാരിക്കുന്നത്, നൊബേൽ പ്രൈസ് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതിന് എക്സ്പാൻഷൻ ഉണ്ടാവുന്നു, അതിന് മത്സരം ഉണ്ടാവുന്നു, ലോബിങ് ഉണ്ടാവുന്നു. ഇന്ന് ട്രംപിനെ പോലെയുള്ള ഒരു ഒരു പ്രസിഡന്റ് കരയുന്നു അതിനു വേണ്ടി, നിങ്ങളൊന്ന് പറയൂ എന്നൊക്കെ പറയുന്നു. അത് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്, പണം അല്ല, റിട്ടേൺസ് വെച്ചാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, പക്ഷെ ലെഗസി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആൽഫ്രഡ് നോവൽ അവസാന കാലഘട്ടത്തിൽ തന്റെ വില്ല് ചേഞ്ച് ചെയ്ത് നടത്തിയത്. അത് നടത്തിയില്ലായിരുന്നേ ബാക്കി കൊണ്ടുപോയത് ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം കൂടെ അവരെ ഇൻഹെർട്ട് ചെയ്ത് കൊണ്ടുപോയി പുട്ടടിച്ച് കളഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നോബൽ സമ്മാനം, ആൽഫ്രഡ് നോവൽ, ഡൈനാമിറ്റ്, അദ്ദേഹത്തിന്റെ പേറ്റന്റുകൾ, പഠനം, എന്തെല്ലാം സംഗതികളാണ്.